Hi. Yes. Question. A river of width 200 meter is flowing from west to east with a speed of 18 kilometer per hour. അപ്പോൾ റിവറിൻ്റെ വിടുത്ത് നമുക്ക് ഡയഗ്രാം വരച്ച് തുടങ്ങാം. യെസ്. ഓക്കെ. റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് സ്പീഡ് 18 കിലോമീറ്റർ പെർ അവർ. 18 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ റിവർ താഴോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താ? എ ബോട്ട് ഈസ് മൂവിങ് വിത്ത് സ്പീഡ് 36 കിലോമീറ്റർ പെർ അവർ ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് വെച്ചാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ഈസ് മെയ്ഡ് ടു ട്രാവൽ 1 റൗണ്ട് ട്രിപ്പ്. റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ബാങ്കിൽ നിന്ന് അങ്ങോട്ട് പോയി തിരിച്ചിങ്ങോട്ടും വരിക, അതേ പോയിന്റിൽ എത്തണം നിർബന്ധമില്ല കേട്ടോ. അതാണ് ഇവിടെ ബാങ്ക് ടു ബാങ്ക് എന്ന് പ്രത്യേകം പറഞ്ഞത്. മിനിമം ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ഫോർ ദിസ് ജേർണി ആൻഡ് ആൾസോ ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ റിവർ. ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ റിവർ ബാങ്ക് ആർ റെസ്പെക്റ്റീവ്ലി. നമുക്ക് വരച്ചു നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എയിൽ നിന്ന് റിവർ താഴോട്ട് ഫ്ലോ ചെയ്യുന്നു വിത്ത് സ്പീഡ് 5 മീറ്റർ പെർ സെക്കൻഡ് റിവറിൻ്റെ. ദെൻ സ്റ്റിൽ വാട്ടറിൽ 10 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ പോകുന്ന ബോട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ ഡിറക്ഷനിലായിരിക്കും. ഓക്കെ, റിസൾട്ടൻറ്റിൻ്റെ ഡിറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ. ഓക്കെ, റെഡി? യെസ്. ഇങ്ങനെ പോയാൽ ആക്ച്വലി അത് എത്തൽ ഇവിടെയാണ്. അതിൻ്റെ ആക്ച്വൽ പാത്ത് അങ്ങോട്ടാണ്. എന്നാൽ അതിന് ഓക്കെ ഷോർട്ടസ്റ്റ് ടൈമാണ് ചോദിച്ചത്. ഷോർട്ടസ്റ്റ് ടൈം. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എടുക്കുന്ന അതേ ടൈം കൊണ്ട് തന്നെയാണ് ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുക. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? ഇത് നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ റിവറാണ്. ദിസ് ഈസ് വിഡ്ത്ത് ഓഫ് ദ റിവർ, W ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 200 മീറ്റർ. അപ്പോൾ അങ്ങോട്ട് എയിൽ നിന്ന് ബി, ഇത് സി അങ്ങോട്ട് പോകാൻ എടുക്കുന്ന ടൈം, അങ്ങോട്ട് എത്താൻ എടുക്കുന്ന ടൈമിനെ ഞാൻ T1 എന്ന് മാർക്ക് ചെയ്യാണ്. പക്ഷെ റൗണ്ട് ട്രിപ്പ് പറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടും കൂടി എടുക്കാനുള്ള ടൈം എടുക്കണം. അപ്പോൾ T1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര സൗകര്യമാണ്. ടി മിനിമം എന്ന് പറഞ്ഞാൽ അത് T1 ആണ്. ആ T1 എന്ന് പറഞ്ഞാൽ ഈ AC തന്നെ എടുക്കണ്ട, നിങ്ങൾ AB എടുത്താൽ മതി. AB ഡിവൈഡഡ് ബൈ ABയിലൂടെയുള്ള വെലോസിറ്റി. ABയിലൂടെയുള്ള വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് ബോട്ട്. Velocity of boat, that is equal to 200 divided by velocity of boat is 36 kilometer per hour, that is 10 meter per second, which is equal to 20 seconds എന്ന് കിട്ടും. നമുക്ക് 20 seconds അങ്ങോട്ടേക്കുള്ള ടൈമാണ്. അതുപോലെ തന്നെയാണ് അവിടുന്ന് തിരിച്ചിങ്ങോട്ടും വരാൻ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള സിറ്റുവേഷൻ എന്താ നോക്ക്. വെലോസിറ്റി ഓഫ് റിവർ ഇങ്ങോട്ടുണ്ട്. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റിവർ. അതുപോലെ തന്നെ ബോട്ട് നോക്കുക ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. റിസൾട്ടൻ്റ്, യെസ്, ആ റിസൾട്ടൻ്റ് ഈ ഡിറക്ഷനിലായിരിക്കും ഉണ്ടാവുക. ഈ ഡിറക്ഷനിൽ അങ്ങനെ വന്നാൽ അത് ഇവിടെ എത്തും. ഇതാണ് റൗണ്ട് ട്രിപ്പ് ഈ കേസിലെ. ഇവിടുത്തെ ABC, ഇത് D. ഇപ്പോഴാണ് റൗണ്ട് ട്രിപ്പ് ആയത്. അപ്പോൾ ഇതിൻ്റെ ഈ ടൈം എന്താ? T2. ആ ടൈം എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു T1. അപ്പോൾ ടോട്ടൽ ടൈം ഫോർ റൗണ്ട് ട്രിപ്പ് T total ഈസ് ഈക്വൽ ടു 20 + 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 സെക്കൻഡ്സ് എന്ന് കിട്ടി. 40 സെക്കൻഡ്സ്. യെസ്. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് അലോങ് ദ റിവർ ബാങ്ക് എന്ന് വെച്ചാൽ റൗണ്ട് ട്രിപ്പ് കഴിയുമ്പോൾ AD എത്രയെന്നാണ് ചോദ്യം. AD എത്രയാണ്? അതിനൊറ്റ കാര്യം നോക്കിയാൽ മതി. ത്രൂ ഔട്ട് ഈ ഡിറക്ഷനിലെ വെലോസിറ്റി എത്രയാണ്? റിവറിന്റെ വെലോസിറ്റിയാണ്. ത്രൂ ഔട്ട് ഇത് റിവറിന്റെ വെലോസിറ്റിയാണ്. ദിസ് ഈസ് വെലോസിറ്റി ഓഫ് റിവർ 5 മീറ്റർ പെർ സെക്കൻഡാ. യെസ്. അവിടുന്ന് ഇവിടെ തന്നെ എടുത്ത ടൈം എത്ര? 40 സെക്കൻഡ്. അപ്പോൾ AD ആണ് ആ ചോദ്യം. Now AD is equal to ADയിലൂടെയുള്ള വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, അപ്പോൾ ADയിലൂടെയുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റിവർ ഇൻറ്റു T ടോട്ടലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ ഈസ് 5 ഇൻറ്റു T ടോട്ടൽ 40. റെഡി അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു
200 മീറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പം നമ്മുടെ ആൻസർ, ഫൈനൽ ആൻസർ ഏതാണ്? 40 സെക്കൻഡും 200 മീറ്ററുമാണ് നമ്മുടെ ആൻസർ. 40 സെക്കൻഡ് ആൻഡ് 200 മീറ്റർ. ഓപ്ഷൻ 3 ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്.